ഗൈസ്, നമ്മുടെ പങ്കാളി മുംബൈയിൽ നിന്ന് വരുന്നുണ്ട്. നമ്മൾ എയർപോർട്ടിൽ പിക്ക് ചെയ്യാൻ പോകണം. ഞാൻ ബൈക്കിലാണ് പോകുന്നത്, സ്കൂട്ടറിലാണ് പോകുന്നത്. കാണാം. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ട്രാഫിക്കുണ്ട്. അത്യാവശ്യം നല്ല ട്രാഫിക്കാണ്. വെയിറ്റ് ചെയ്യും. അങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെയാണ് പോകുന്നത്. അടിക്കാം. രാവിലെ പമ്പെത്തി. പെട്രോൾ അടിച്ചിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി എടുക്കാവൂ. കൊച്ചിൻ എയർപോർട്ട് ഈസ് ഓൺ ദ ഹിയർ. നേരത്തേക്ക് എന്താണെന്നല്ല, ലൈറ്റ് ഉണ്ടായിരുന്നു, ഇപ്പോൾ ലൈറ്റ് ഇല്ല കേട്ടോ. ആൾക്കാരൊക്കെ ടാക്സിക്കാരൊക്കെ ഇവിടെ നിൽപ്പുണ്ട്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽപ്പുണ്ട്. ഊബറുകാരാണ് കൂടുതലും ഇവിടെ. കൊച്ചി എയർപോർട്ടിൻ്റെ ഏകദേശം അടുത്തായിട്ടുണ്ട്. എയർപോർട്ട് നമുക്ക് ഡൊമസ്റ്റിക്കിലോട്ടാണ് പോകേണ്ടത്. ഡൊമസ്റ്റിക് T1 അവിടെ T1. ഡൊമസ്റ്റിക് ടെർമിനൽ എവിടെയാണ്? ഉഡായി എയർപോർട്ട്. അങ്ങനെ അറൈവലിൽ എത്തിയിട്ടുണ്ട്. ഫ്ലൈറ്റ് വരാൻ ടൈമായില്ല. നമ്മൾ നേരത്തെയാണ് വന്നത്. വണ്ടി പാർക്ക് ചെയ്തു. അവിടെ കുറേ വണ്ടിയെല്ലാം കിടപ്പുണ്ട് അവിടെ എവിടെയൊക്കെ ആയിട്ട്. സമയം 7:15 ആൾ വരുന്നത്. ഇതുവരെ വന്നിട്ടില്ല. ഞാൻ നേരത്തെയാണ് ഗൈസ്. പിങ്ക് ഡ്രസ് വരുന്നുണ്ടോ? അതുകൊണ്ട് വരുന്നു. ഇഷ്ടം മതി. വേണ്ട വരുന്നു. ആദ്യം ഇറങ്ങി വരും. നോക്കട്ടെ. പട്ടിച്ചന്തയ്ക്ക് വരെ വരുവാന്ന് തോന്നുന്നു കേട്ടോ. അയ്യോ, ഞങ്ങൾ വന്നേ. പങ്കാളി എത്തിയിട്ടുണ്ട്. നമുക്ക് വണ്ടി ഓടിച്ച് പോവാം. ബായ്. സ്ഥലം നമുക്ക് വീട്ടിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ അൾഡ്രീമിൽ വന്നേക്കാണ്. അവിടെ പറഞ്ഞ മന്തി മേടിച്ചുകൊണ്ട് വീട്ടിൽ പോവാന്ന്. ഊട്ടിയോട് ഫസ്റ്റ് മുറി. അങ്ങനെ പുള്ളിക്കാരി കുറേ നേരം കുഞ്ഞാവനെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു കേട്ടോ. പിന്നെ കുഞ്ഞാവനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു. പുള്ളിക്കാരിക്ക് ഇങ്ങനെ കണ്ടതിൻ്റെ ആ ഒരു, കാരണം നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് അത്രയും ആഗ്രഹിച്ച് കിട്ടുന്ന ഒരു കുഞ്ഞാവയാകുമ്പോൾ നമുക്കിങ്ങനെ ആയിരിക്കുമല്ലോ നമ്മുടെ ആ ഒരു ഇത്. അപ്പോൾ അന്ന് തൊട്ടേ ഇപ്പോൾ വയറിലിങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവളിങ്ങനെ പാട്ടും അവളുടെ സൗണ്ട് പുള്ളിക്കാരനെ അത്രയ്ക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നുണ്ടായിരുന്നു കണ്ടോ. കാരണം അവൾ അന്ന് തൊട്ടേ വർത്താനമൊക്കെ പറയുമായിരുന്നു. പിന്നെ എപ്പോഴും വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു.
അങ്ങനെ ദേ ആ ടൈമിൽ റിവിച്ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം പുള്ളിക്കാരൻ്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് അതേ ഇച്ചായും അവളും വെളിയിൽ പോയി നിൽക്കുമായിരുന്നു. അത് കഴിഞ്ഞാണ് പുള്ളി അകത്തോട്ടൊക്കെ കയറി വന്നത്. നല്ല മഴയാണ് ഇവിടെ കേട്ടോ. നൈറ്റൊക്കെ ആകുമ്പോൾ നല്ലോണം മഴ പെയ്യും. അങ്ങനെ ദേ അതൊക്കെ കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ കുഞ്ഞാവയുടെ ഉറക്കത്തിൻ്റെ കുറച്ച് പരിപാടിയായിരുന്നേ. ഈ എടുത്ത് അപ്പം എഴുന്നേക്കും. അതൊന്നുമില്ല. വാവേ വാവാവോ വാവേ വാവാവോ